ശരിക്ക് ഇന്ന് ജയിക്കേണ്ടത് അത്രയും അത്യാവശ്യമായിരുന്നു. 5 കപ്പുള്ള ചാമ്പ്യന്മാർ. അത്രയും വലിയ ടീം. പ്രത്യേകിച്ച് വേൾഡ് കപ്പിൽ കളിച്ചിട്ടുള്ള സ്ക്വാഡിലുള്ള ഒരുവിധ ആൾക്കാരൊക്കെ ടീമിലുണ്ട്. എല്ലാം കൊണ്ട് ഒരു സമ്പന്നമായിട്ടുള്ള ഒരു ടീമാണ് ശരിക്കും നമ്മുടെ ദൈവത്തിന്റെ പോരാളികളുടെ മുംബൈ ഇന്ത്യൻസ്. ആ ഒരു ടീമിന് ഇന്നത്തെ ജയം അനിവാര്യമായിരുന്നു. കാരണം ഈ ഒരു ജയം ജയിച്ചിരുന്നെങ്കിൽ ഒരു ലൈഫ് എവിടെയോ ഒന്ന് ഓണായി കിടന്നേനെ. പക്ഷെ അതും അസ്തമിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്നത്തെ മാച്ചിൽ കാണാൻ പറ്റിയത്. ആ അസ്തമനം കൊടുത്തതാണെങ്കിൽ അങ്ങ് ഹൈദരാബാദിൽ നിന്ന് വന്ന സൂര്യോദയ ടീം. ഈ സീസണിലെ തന്നെ ഏറ്റവും ആവേശം നിറഞ്ഞ മാച്ചായിരുന്നു ശരിക്കും PBKS വേഴ്സസ് DC. പ്രത്യേകിച്ച് 264 റൺ എടുത്ത് ആ ഒരു ടോട്ടലിനെ ഈസി ആയിട്ട് ചേസ് ചെയ്ത് ലാസ്റ്റ് ഓവർ ബാക്കി നിൽക്കെ ആ ഒരു കളി ഉണ്ടായിരുന്നില്ലേ, ആ കളീനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മാച്ചായിരുന്നു ഇന്നത്തതും. 8 ബോൾ ബാക്കി നിൽക്കെ 243 പറഞ്ഞ ഒരു ചേസ് 249 എടുത്ത് കളി വിജയിപ്പിച്ചു എന്ന് വേണം പറയാൻ. അതും 4 വിക്കറ്റേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ട്രാവിസ് ഹെഡ് 2023 നമ്മുടെ ഇന്ത്യൻ ടീമിനോട് കാണിച്ചൊരു സംഭവം ഉണ്ടല്ലോ, അതിന്റെ ഒരു ബാക്കി പത്രം എന്നുള്ള രീതിയിൽ മുംബൈ ഇന്ത്യൻസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ആളെന്നെ ഇന്ന് ഫോം ആവുകയും ചെയ്തു. കഴിഞ്ഞ മാച്ചിലൊക്കെ ഫോം ആവാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഒരു സമയം എത്തുമ്പോൾ വേഗം പോകുന്നുണ്ടായിരുന്നു. ലോങ് ഇന്നിങ്സ് കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ മാച്ചിൽ ആൾ ലോങ് ഇന്നിങ്സ് കളിക്കുകയും ചെയ്തു. ഇന്നത്തെ മാച്ചിലെ മെയിൻ കോൺട്രിബ്യൂഷൻ തന്നെ ആ ഒരു നോക്കായി. അതും ഇന്ന് തോറ്റത് ദൈവത്തിന്റെ പോരാളികൾ അവരുടെ സ്വന്തം തട്ടകമായ വാങ്കഡെ സ്റ്റേഡിയത്തിലായിരുന്നു. അവരുടെ സ്വന്തം കാണികൾക്ക് മുന്നിലാണ് ഇന്ന് തോറ്റതെന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. അതും ഇപ്പൊ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ എമ്മയുടെ സ്ഥാനം 9ാമതാണ്. ഇന്നത്തെ മാച്ചിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് എന്താ അറിയോ, നമുക്കറിയാം വേൾഡ് ക്ലാസ് ടോപ്പ് ബോളറാണ് നമ്മുടെ ജസ്പ്രീത് ബുംറ. ആളെ തന്നെ ഇന്ന് 50+ റൺ അടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു കണക്കും കൈയില്ലാണ്ട് ട്രാവിസ് ഹെഡിൽ നിന്ന് തുടങ്ങിയിട്ട് എൻഡിൽ നമ്മുടെ സലീൽ അറോറ വരെ അടിച്ച് ആ ഒരു അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുംബൈ ഇന്ത്യൻസിന്റെ കഴിഞ്ഞ 1-2 മാച്ചിൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫോമിലുള്ള ബോളേഴ്സ് ആണ്. ഗസൻഫർ ആണെങ്കിലും അതുപോലെ തന്നെ അശ്വിനി കുമാർ ആണെങ്കിലും ഇവർക്ക് രണ്ടുപേർക്കും അതുപോലെ തന്നെ നല്ല അടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഗസൻഫർ ആണെങ്കിലും 4 ഓവറിൽ തന്നെ 50 മേലെ റൺ കിട്ടി, പക്ഷേ 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. മറ്റേ സ്ഥലത്താണ് ഏറ്റവും വലിയ ദാരുണ്യം. കാരണം 2 ഓവറെ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ഓവറിൽ 41 റണ്ണും കൊടുത്തിട്ട് ആള് ഇനി അങ്ങോട്ട് വേറെ ഓവേഴ്സ് കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ എല്ലാരെക്കാളും റൺസ് കൊടുക്കുന്ന ഒരു ബോളർ ആയനെ അശ്വിനി കുമാർ. ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും ആ ഒരു ചേസിന് നല്ല തുടക്കം കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻഡിലോട്ട് നിതീഷ് കുമാർ റെഡ്ഡി ആണെങ്കിലും അതുപോലെ തന്നെ ഹെൻറിക് ക്ലാസൻ ആണെങ്കിലും നമ്മുടെ സലീൽ അറോറയും 3 പേരും അവരവരുടെ കോൺട്രിബ്യൂഷൻ കൊടുത്തു. അതിൽ നിതീഷ് കുമാർ റെഡ്ഡി അധികം നേരം നിന്നില്ല, പക്ഷെ നല്ലൊരു പാർട്ട്ണർഷിപ്പ് കുറച്ചു നേരത്തേക്ക് ഹെൻറിക് ക്ലാസനായിട്ട് ഉണ്ടായിരുന്നു. ഹെൻറിക് ക്ലാസൻ വെടിക്കെട്ടായിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ആളുടെ ആ ഒരു വെടിക്കെട്ടും നിതീഷ് കുമാർ റെഡ്ഡിയുടെ കുഴപ്പമില്ലാത്ത ഒരു ആങ്കർ ഇന്നിങ്സും കൂടി ചേർന്ന് രണ്ടുപേരും കൂടിയാണ് ആ ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തിട്ട് കളി SRHന്റെ കയ്യിലോട്ട് എത്തിച്ചത്. കാരണം ആ ഒരു 2 വിക്കറ്റ് പോയ സമയത്ത് ചെറുതായിട്ടൊന്ന് മുംബൈന്റെ കയ്യിലോട്ട് കളി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെ വീണ്ടും തിരിച്ചു പിടിച്ചത് ഹെൻറിക് ക്ലാസനും നിതീഷ് കുമാർ റെഡ്ഡിയാണ്. അത് നിതീഷ് കുമാർ റെഡ്ഡി ഒരു സമയം കഴിഞ്ഞപ്പോൾ ഔട്ടായെങ്കിലും സലീൽ അറോറ വന്നത് നിതീഷ് കുമാർ റെഡ്ഡിനെക്കാളും ഡബിൾ ഇമ്പാക്ട് തരാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻ ആയിരുന്നു. ആള് വന്ന് വെടിക്കെട്ടായിരുന്നു കേട്ടോ. അതായത് ഏറ്റവും ഹയസ്റ്റ് സ്ട്രൈക്ക് റേറ്റ് എന്ന് ആൾക്കാണുള്ളത്. 300 സ്ട്രൈക്ക് റേറ്റ് എന്തോ ഉണ്ട്. അടിയായിരുന്നു, വെടിക്കെട്ട് അടിയായിരുന്നു. ടോസ് കിട്ടിയിട്ട് ബാറ്റിംഗ് തന്നെയാണ് ശരിക്കും MI ചൂസ് ചെയ്തത്. അത് ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, നല്ല ബാറ്റിംഗ് ആയിട്ടുള്ള ടീമാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്റിംഗിൽ തന്നെ തുടങ്ങാം. പ്രത്യേകിച്ച് സ്വന്തം ഹോം ഗ്രൗണ്ട് ആണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ അഡ്വാൻറ്റേജസ് ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പം ബാറ്റിംഗ് തന്നെ എടുത്തത്. ആദ്യത്തെ ആ ഒരു പവർ പ്ലേ കഴിയുന്നവരെ ശരിക്ക് മുംബൈ ഇന്ത്യൻസ് എടുത്ത ഡിസിഷൻസ് കറക്റ്റ് ആയിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു കളി ഉണ്ടായിരുന്നത്. കാരണം വിക്കറ്റ് ഒന്നും പോവാണ്ട് തന്നെ 70+ റൺ ഉണ്ടായിരുന്നു 6 ഓവേഴ്സ് കഴിഞ്ഞ സമയത്ത്. 73 റൺ ആയപ്പോഴാണ് ഫസ്റ്റ് വിക്കറ്റ് പോയത്. അതിൽ വിൽ ജാക്സ് 22 ബോളിൽ 46 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല അടി തന്നെയായിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ കൂടെ തന്നെ അപ്പർ സൈഡിൽ നിന്ന് റിക്കൽട്ടനും നല്ല രീതിയിൽ അടിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഇന്ന് ഇന്ത്യൻ ഡിക്കോക്കിന് എന്തോ വയ്യാത്തോണ്ടാണ് ഇന്ന് റിക്കൽട്ടൻ ഇറങ്ങിയെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഇറങ്ങിയത് നല്ല വെർത്തായിരുന്നു ഇന്ന് മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയിട്ട്. ആള് ടോട്ടൽ അടിച്ചു കൂട്ടിയത് 55 ബോളിൽ 123 റണ്ണാണ്, അതും നോട്ട് ഔട്ട്. റിക്കൽട്ടന്റെ കൂടെ നമൻതീർ കുറച്ചു നേരം പിടിച്ചേക്കാൻ നോക്കിയായിരുന്നു, പക്ഷെ അത് പറ്റിയില്ല. അതിനുശേഷം നമ്മുടെ ഹർദിക് പാണ്ഡ്യ വന്ന സമയത്ത് അത്യാവശ്യം നല്ല അടികളൊക്കെ അടിച്ചുകൊണ്ട് ആ ഒരു രീതിയിൽ പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. 15 ബോളിൽ 31 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ടോട്ടലി 243 റൺസ്, ഒരു ഡീസന്റ് അല്ല, അതിലും മേലെ ഒരു അത്യാവശ്യം നല്ല ടോട്ടലാണ് ശരിക്കും ഉണ്ടാക്കി വെച്ചത്. ബോളിംഗിൽ എന്നത്തെയും പോലെ തന്നെ ഇന്നലെയും ഇഷാൻ മല്ലിക എക്കണോമിക്കലായിരുന്നു, ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ തിരിച്ചെത്തിയ പാറ്റ് കമിൻസ് 2ാമത്തെ മാച്ചാണ്. പാറ്റ് കമിൻസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബോൾ ചെയ്ത് വിക്കറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും ആ ഒരു എക്കണോമി 10ൽ താഴെ പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രഫുൽ ഹിംഗെ ഈ IPL വന്ന സമയത്തുള്ള ഫസ്റ്റ് മാച്ചിൽ സ്റ്റാർ ഓഫ് ദ ബോളർ ആയിരുന്നില്ല. പക്ഷെ ഇപ്പം അതിനുശേഷമുള്ള മാച്ചസിലൊന്നും ആൾക്ക് അത്ര വലിയ ആ ഒരു വിക്കറ്റുകൾ എടുക്കാൻ പറ്റിയിട്ടില്ല. എടുക്കുന്നുണ്ടെങ്കിൽ 1-2 വിക്കറ്റ് എടുക്കെങ്കിലും റൺസ് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് മാച്ചിൽ എക്കണോമിക്കലായിട്ടായിരുന്നു ആൾ ബോളും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഇന്നലത്തെ മാച്ചിൽ എഗെയിൻ 50 മേലെ റൺസ് കൊടുത്തു. പക്ഷേ ഇന്നത്തെ മാച്ചിൽ 2 വിക്കറ്റ് എടുത്തു. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ബോളർ തന്നെയായിരുന്നു പ്രഫുൽ ഹിംഗ്. പ്രഫുൽ ഹിംഗയ്ക്ക് കൂട്ടായിട്ട് 3 ഓവറിൽ തന്നെ 50 റൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹർഷ ഡൂബെ. വിക്കറ്റ് ഒന്നും കിട്ടിയില്ല. ശരിക്കും ഒരു ഓവർ കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രഫുൽ ഹിംഗിനെയും കടത്തി വെട്ടിയിട്ട് ഒരു ടോപ്പ് സ്കോറർ പദവിയിലോട്ട് പോയേനെ ശരിക്ക് ഹർഷ ഡൂബെ. പ്രഫുൽ ഇങ്ങനെ പറഞ്ഞ പോലെ തന്നെ ഷാക്കിബ് ഹുസൈനും നമുക്കറിയാലോ കഴിഞ്ഞ മാച്ചസിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബോൾ ചെയ്ത ആളാണ്. പക്ഷേ ഇന്നത്തെ മാച്ചിൽ ആൾക്കും അടി തെറ്റി. കാരണം 3 ഓവറിൽ തന്നെ 39 റൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു വിക്കറ്റ് എടുത്തോണ്ട്. ഷാക്കിബ് ഹുസൈനെ പറയുമ്പോഴും നിതീഷ് കുമാർ റെഡ്ഡി അങ്ങനെ തന്നെയാണ്. 2 ഓവറിൽ തന്നെ 31 റൺസ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. SRHന്റെ ബൗളിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ളി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരുന്നില്ല. കാരണം അതുകൊണ്ടാണല്ലോ 243 റൺസ് എടുത്തത്. പിന്നെ അതുപോലെ നമുക്ക് അറിയാലോ വാങ്കഡെ സ്റ്റേഡിയം എങ്ങനെയാണെന്നുള്ളത്, റൺസ് നല്ലോണം ഒഴുകുന്ന പിച്ചാണ്. എന്നാൽ അതുകൊണ്ട് തന്നെ ഈ 243 റൺസ് എന്ന് പറയുന്നത് വലിയൊരു സ്കോറായിട്ട് SRHന്
തോന്നിയിട്ടും ഉണ്ടാവില്ല. കാരണം നമുക്കറിയാലോ, ഈവൻ നമ്മൾ ടീമിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഓരോ മാച്ചസ് കഴിയുന്തോറും വീര്യം കൂടി വരുന്ന ടീമാണ് SRH. അത് ഇന്നലെ ബാറ്റിംഗിൽ ചേസ് ചെയ്യുന്ന സമയത്ത് SRHന്റെ കാണാനും പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത മാച്ചസിലൊക്കെ ഫോം ആയിട്ടില്ലെങ്കിലും ഫോം ആവാൻ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ട്രാവിസ് ഹെഡ്. കഴിഞ്ഞ മാച്ചിലൊക്കെ ഒന്ന് അടിച്ചു കയറി വന്നുമ്പോഴേക്ക് അത്ര വലിയ ലോങ് ഇന്നിങ്സിലോട്ട് പോകാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നലെ നീലക്കുപ്പായം നീല ജേഴ്സി കണ്ടുകൊണ്ടാണെന്ന് അറിയില്ല, ഇന്നലെ അടി തന്നെയായിരുന്നു തുടക്കം തൊട്ടിട്ട്. ആ ഒരു അടിയിൽ അഭിഷേകം കൂടി പാർട്ട്ണർഷിപ്പ് വന്ന സമയത്ത് രണ്ടുപേരും കൂടി അടിച്ചു തുടങ്ങിയപ്പം കളി കയ്യിൽ നിന്ന് പോകുന്ന രീതിയിൽ, അതെ SRHന്റെ അല്ല മുംബൈയുടെ കയ്യിൽ നിന്ന് പോകുന്ന രീതിയിലുള്ള കളി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ 243 പപ്പടം പോലെ ചുട്ടെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇവർ എടുത്തിരിക്കുന്ന രീതിയിലായിരുന്നു ഏകദേശം തുടക്കം തന്നെ കളി ഉണ്ടായിരുന്നത്. കാരണം ഫസ്റ്റ് വിക്കറ്റ് പോകുന്ന 8.4 ഓവറിലാണ് 129 റൺസ് ആയപ്പോഴാണ് ആ ഒരു ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പിനെ അവർക്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയത്. അവിടെ തന്നെയാണ് ശരിക്കും മുംബൈ ഇന്ത്യൻസിന്റെ ഇന്നലത്തെ ഫെയിലിന്റെ തുടക്കം എന്ന് പറയും. നല്ലൊരു ബേസ്മെന്റ് കൊടുത്തിട്ടാണ് അവിടെ ഔട്ടായത് അഭിഷേക്. 3 6ഉം 4 4ഉം അടിച്ച് 24 ബോളിൽ 45 റൺസ് എടുത്താണ് നമ്മൾ അഭിഷേക് ശർമ്മ ക്രീസ് വിട്ട് പോയത്. അടുത്ത ബോളിൽ തന്നെ അഗെയിൻ അടുത്തൊരു വിക്കറ്റും കൂടി പോയപ്പം ചെറുതായിട്ടൊന്ന് MI കളിയിലോട്ട് വന്നു എന്ന് തോന്നിപ്പിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് വീണ്ടും കളി SRH തിരിച്ചു പിടിക്കുകയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ആ ഒരു അടുപ്പിച്ചടുപ്പിച്ച 2 വിക്കറ്റ്, പ്രത്യേകിച്ച് ഇഷാൻ കിഷന്റെ വിക്കറ്റ് ഡക്കിൽ തന്നെ പോയത്, നമ്മുടെ ഗസൻഫറാണ് അടുപ്പിച്ചുള്ള 2 വിക്കറ്റ് എടുത്തത്. പിന്നീട് ഇറങ്ങിയത് നമ്മളെ ക്ലാസൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്തൊരു ഹാട്രിക്കിലോട്ട് പോകാൻ വേണ്ടി പറ്റൂല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവിടെ വേറെ ഏതെങ്കിലും ഒരു ബാറ്റർ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ഹാട്രിക്ക് ഗസൻഫറിന് കിട്ടിയേനെ. പക്ഷേ ഇന്നലെ അത് ക്ലാസൻ ആയതുകൊണ്ട് ക്ലാസ് ആയിട്ട് തന്നെ ആ വിക്കറ്റ് കൊടുക്കാണ്ട് കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അടുപ്പിച്ചുള്ള 2 വിക്കറ്റ് ഗസൻഫർ എടുത്ത സമയത്ത് പിന്നീട് കളി ഒന്ന് ചെറുതായിട്ടൊന്ന് MI പിടിച്ചു എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത് കഴിഞ്ഞ് അടുത്ത ഓവറിൽ തന്നെയാണ് നമ്മുടെ ട്രാവിസ് ഹെഡ് ഔട്ട് ആയത് ഹർദിക് പാണ്ഡ്യയുടെ ഓവറിൽ. അത് അധികം സമയം എടുത്തില്ല, 129 4 റണ്ണും കൂടി കൂട്ടിച്ചേർക്കുമ്പോഴേക്കന്നെ അടുത്ത ആളും, അതായത് ഓപ്പണിംഗിൽ അത്രയും ശക്തമായിട്ട് നിന്നിട്ടുള്ള 2 ബാറ്റ്സ്മാരും പോയി. 8 6ഉം 4 4ഉം അടിച്ചുകൊണ്ട് 30 ബോളിൽ 76 റൺസ് അടിച്ചിട്ടാണ് ട്രാവിസ് ഹെഡ് ഔട്ട് ആയത്. 250 മേലെ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്നു. ശരിക്കും ഇപ്പൊ അടുത്തൊന്നും ട്രാവിസ് ഹെഡിന്റെ അങ്ങനത്തെ ഒരു കളി കാണാൻ പറ്റിയില്ല. പക്ഷെ എന്തായാലും ഇന്നലെ ആ ഒരു ഫോമിലോട്ട് വന്നതോടുകൂടി SRH ഒന്നും കൂടി ഒന്ന് സ്ട്രോങ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളെ ക്ലാസിനും നിതീഷ് കുമാർ റെഡി ആയിരുന്നു. ക്ലാസ് നമുക്കറിയാലോ വിക്കറ്റ് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ആളുടെ. കാരണം ആള് ആങ്കർ ഇന്നിങ്സ് കളിക്കേണ്ട സ്ഥലത്ത് ആങ്കർ ഇന്നിങ്സ് കളിക്കും, സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട്. ഇപ്പം അടിച്ച് കളിക്കേണ്ട ഒരു മാച്ച് ആണെങ്കിൽ അതിൽ അടിച്ച് കളിക്കുകയും ചെയ്യും. അപ്പം ആ ഒരു രീതിയിൽ ഇവർ എഗെയിൻ ഒരു നല്ല പാർട്ട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്തു നമ്മുടെ ക്ലാസിനും അതുപോലെ നിതീഷ് കുമാർ റെഡ്ഡിയും. നിതീഷ് കുമാർ റെഡ്ഡിയും ഈ സീസണിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റും ബോളും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ മാച്ചിലും അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റി. നിതീഷ് കുമാർ റെഡ്ഡി നല്ലൊരു സപ്പോർട്ട് ക്ലാസിന് കൊടുത്ത് അവിടെ ഒരു സൈഡിൽ ഇങ്ങനെ വിക്കറ്റ് കളയാണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ പോയവൻ ഇങ്ങനെയാണെങ്കിൽ ഇനി വരുന്നവൻ ഒന്ന് പിടിച്ചേക്കാന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ വരുന്നവൻ അതിന്റെ അപ്പുറത്ത് കളിക്കാൻ പറ്റുന്ന ആളായിരുന്നു. 10 ബോളിൽ 30 റൺ അടിച്ചടിച്ചു കൂട്ടി. ഈവൻ ബുംറേനെ വരെ അടിച്ച് കൂട്ടുന്നുണ്ടായിരുന്നു. അത് ഇന്നലെ ബുംറയ്ക്ക് എല്ലാ ഭാഗത്തും കിട്ടുന്നുണ്ടായിരുന്നു. ഇന്നത്തെ മാച്ചിലെ മോസ്റ്റ് എക്സ്പെൻസീവ് ബോളർ ആയിരുന്നു നമ്മുടെ ജസ്പ്രീത് ബുംറ. 4 ഓവറിൽ 54 റൺസ് കൊടുത്ത് വിക്കറ്റ് ഒന്നും കിട്ടിയിട്ടുമില്ല. ശരിക്കും ഇന്നലെ എല്ലാവരും ഇട്ടാലൊക്കെയായിരുന്നു കേട്ടോ. എല്ലാവരും 6 അടിക്കുന്നുണ്ടായിരുന്നു, 4 അടിക്കുന്നുണ്ട്. ഒരു പേടിയില്ലാത്ത, അതായത് ഇത് ബുംറ തന്നെയാണോ ബോൾ ചെയ്യുന്നതെന്നുള്ളൊരു ഡൗട്ട് ചെയ്യുന്ന ഫീലിലായിരുന്നു ശരിക്കും നമ്മൾ മാച്ച് കാണുന്ന സമയത്ത് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ഗസൻഫർ 2 വിക്കറ്റ് എടുത്തെങ്കിലും ആൾക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു 4 ഓവറിൽ 51 റൺസ്. കഴിഞ്ഞ മാച്ചിലൊക്കെ സ്റ്റാർ ബോളർ ആയിട്ടുള്ള നമ്മൾ അശ്വിനി കുമാർ ഇന്നലെ 2 ഓവറിൽ തന്നെ ബോൾ മതിയാക്കി. നന്നായെന്ന് തോന്നി. കാരണം അതല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ബുംറേനെ കടത്തി വെട്ടിയാണ്. 2 ഓവർ ചെയ്തപ്പോൾ തന്നെ ആൾക്ക് 41 റൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിൽ ജാക്സ് 1 ഓവർ ചെയ്തപ്പോൾ തന്നെ 19 റണ്ണും ഉണ്ട്. ഇന്നലെ പിന്നെയും കുഴപ്പമില്ലാണ്ട് ബോൾ ചെയ്ത് നമ്മൾ ട്രെൻഡ് ബോൾട്ടും അതുപോലെ ഹർദിക് പാണ്ഡ്യ ആയിരുന്നു. ട്രെൻഡ് ബോൾട്ട് 4 ഓവറിൽ 41 റൺസ് കൊടുത്തിട്ട് 1 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. 10 എക്കണോമിയിലാണ് പിടിച്ചിരുന്നത്. അതുപോലെ നമ്മൾ ഹർദിക് പാണ്ഡ്യ 3.4 ഓവർ ചെയ്തപ്പോൾ തന്നെ 39 റൺസ് കൊടുത്ത് 1 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഹാർദിക് പാണ്ഡ്യയുടെ ഓവറിൽ ചില ഡോട്ട് ബോളുകളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഡോട്ട് ബോൾസ് ഉണ്ടായിരുന്നു. കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ലാത്ത രീതിയിൽ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ബാറ്റിംഗിലാണെങ്കിലും ബോളിംഗിലാണെങ്കിലും ഹർദിക് പാണ്ഡ്യ ആളുടെ ഒരു കോൺട്രിബ്യൂഷൻ നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് പറഞ്ഞാലും ലാസ്റ്റ് അവസാനം 8 ബോൾ ബാക്കി നിൽക്കെ SRH കളി ജയിക്കുകയാണ്. ചില സിനിമയിലൊക്കെ ഡയലോഗ് ഉള്ള പോലെ ഇനി ഇങ്ങോട്ട് തിരിച്ചുവരവ് ഇല്ലല്ലേ എന്നുള്ളൊരു അവസ്ഥയാണ് ശരിക്കും MIയുടേത്. കാരണം ഇനി അത്രയും മാച്ച് ഉള്ളൂ. ആ മാച്ചിൻ്റെ അകത്തൊക്കെ എല്ലാം ജയിച്ചാൽ പോലും കയറുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. സാധ്യത കുറവാണ്. കാരണം മേലുള്ളവരൊക്കെ ഓൾറെഡി ജയിച്ചു നിൽക്കുകയാണ്. ഒരുപാട് ഡിഫറൻസ് ഉണ്ട് പോയിന്റിൽ. ഇപ്പോൾ പോയിന്റ്സിലൊക്കെ ഡിഫറൻസ് ഇല്ലാതെ ഒരു അങ്ങോട്ട് ഇങ്ങോട്ട് ഇല്ലാത്ത രീതിയിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ MIക്ക് കയറി പോകുമായിരുന്നു. പക്ഷേ ഇനി സാധ്യത വളരെ കുറവാണ്. ഓൾമോസ്റ്റ് പുറത്തായി തന്നെ പറയാം. അങ്ങനെ ദൈവത്തിന്റെ പോരാളികൾ വീണ്ടും ഒരു സീസണിൽ പ്ലേ ഓഫ് കാണാണ്ട് പുറത്തു പോകുന്നൊരു അവസ്ഥയാണ് ഈ സീസൺ കാണാൻ വേണ്ടി പോകുന്നത്. അത് ഏകദേശം ഇന്നത്തെ ആ ഒരു മാച്ചോടുകൂടി തീരുമാനമായിട്ടുണ്ടെന്ന് പറയാം. SRH ആണെങ്കിൽ ഓരോ മാച്ച് കഴിയും തോറും വൈൻ്റെ വീര്യം കൂടുന്ന പോലെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പ്ലെയേഴ്സ് ഫോമിലോട്ട് വരികയാണ്. അതായത് ശരിക്കും SRHന്റെ ടീമിലുള്ള പ്ലെയേഴ്സൊക്കെ ഗംഭീര പ്ലെയേഴ്സാണ്. അവർ ഓരോരുത്തരും ഫോമിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു കെട്ടാൻ പറ്റില്ല SRHനെ. അത് ഇന്നത്തെ മാച്ചിൽ കാണാനും പറ്റി.